നിങ്ങളൊക്കെ ഓർമ്മയുണ്ടാകും മഹേഷിൻ്റെ പ്രതികാരം എന്ന് പറയുന്ന സിനിമ. ആ സിനിമയിലെ പാട്ടിലെ ഇടുക്കി മിടിമിടുക്കി എന്ന് പറയുന്ന ഇടുക്കിയെക്കുറിച്ച് പാടുന്ന മനോഹരമായ പാട്ട്, അതിൻ്റെ ടൈറ്റിലിൽ കാണുന്ന പാട്ട്, അതിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട വരികളിൽ ഒന്നായിരുന്നു ഇടുക്കിയെ മിടുമിടുക്കി എന്ന് വിശേഷിപ്പിച്ച ആ വരികൾ. എന്നാൽ ഈ സിനിമയൊക്കെ ഇറങ്ങുന്നതിന് വർഷങ്ങൾക്ക് മുൻപേ തന്നെ ഇടുക്കി എന്ന കവിതയിലൂടെ ഭംഗിയായി ഇടുക്കിയെ മിടുക്കിയായി അവതരിപ്പിച്ച ഒരു കവിയുണ്ട് ഇടുക്കിയിൽ. കവി തൊമ്മൻകുത്ത് ജോയ്. അദ്ദേഹത്തെക്കുറിച്ചാണ് ഇനി എനിക്ക് പറയാനുള്ളത്. ഇടുക്കി ബ്യൂറോ അദ്ദേഹത്തെക്കുറിച്ച് തയ്യാറാക്കിയ ഒരു ചെറിയ കാഴ്ചയിലേക്കാണ് പ്രേക്ഷകരെ ഞാൻ വിളിക്കുന്നത്. സഖ്യസാനുക്കളിൽ കതിരവ കണ്ണുകൾ ചിമ്മാതെ ചെങ്കതിർപ്പീലി നിർത്തി മാമലക്കുന്നിലെ ഹിമകമ്പളങ്ങളെ ചെങ്കതിര് വീശി തുടച്ചു നീക്കി. ഇടുക്കി തൊമ്മൻകുത്തുകാരൻ പാലക്കാട്ട് ജോയി 8ാം ക്ലാസ്സിൽ 2 വർഷം പഠിച്ചു. നെയ്യശ്ശേരി സ്കൂളിലും കാളിയാർ സ്കൂളിലും ഓരോ വർഷം. അതോടെ പഠിത്തം നിർത്തി ജീവിക്കുവാൻ വേണ്ടി കൂലിപ്പണിക്കിറങ്ങി. ഇപ്പോൾ 66ാം വയസ്സിൽ തൊടുപുഴ നഗരത്തിലെ ഒരു തടിമില്ലിൽ കാവൽക്കാരന്റെ ജോലി ചെയ്യുന്നു. മലയാളത്തിലെ 51 അക്ഷരങ്ങളിൽ ഇപ്പോൾ ഉപയോഗത്തിലില്ലാതെ ഉപേക്ഷിക്കപ്പെട്ട ഇലു എന്ന അക്ഷരത്തെക്കുറിച്ചുള്ള ചിതയിലേക്ക് എന്ന കവിത എഴുതിയാണ് തുടക്കം. ആ കവിതയുടെ ഓരോ വരികളും തുടങ്ങുന്നത് ആ ആ ഇ ഉ ഉ എന്ന മലയാള അക്ഷരമാല ക്രമത്തിലാണ്. 51 അക്ഷരം ചൊല്ലി പഠിപ്പിച്ച അമ്മയ്ക്കും അറിയില്ലേ എന്നെ, ആരാരും അറിയാതെ ആരോടും പറയാതെ ആരണ്യമധ്യേ എറിഞ്ഞോ. ഇവിടെയാണെന്നിണ കൂടെ പിറന്നവർ, ഇവിടെയാണെൻ്റെയും ജന്മം. ഈ തറവാട്ടിലോരംഗമായി ഞാൻ പണ്ട് ഈ മലയാളത്തിലെത്തി. ഉണ്ടാകുവാൻ കൊതിയില്ലെനിക്കെന്നിട്ടും ഉണ്ടാക്കി നിങ്ങളൻ രൂപം. ഊഴവും കാത്തു ഞാൻ നിന്നിട്ടുമെന്തിനി ഊരിൽ നിന്നെന്നെ തഴഞ്ഞു. എറുവിൻ്റെ അനുജനായി എൻ്റെ അനുജനായി ഇലുവായി ഞാനും പിറന്നു. എന്നിട്ടും അറിയാത്തതെന്താണ് നീ എന്നെ ഏടല്ലേ അച്ഛനാം താളിയോല. നൂറുകണക്കിന് കവിതകൾ തൊമ്മൻകുത്ത് ജോയിയുടേതായി ഉണ്ട്. ചൊല്ലിപ്പൊലിപ്പിക്കാവുന്ന ചൊൽക്കവിതകളാണ് തൊമ്മൻകുത്ത് ജോയിയുടേത്. ഒന്നും കടലാസിലേക്ക് പകർത്താതെ ചൊല്ലി നടക്കുന്നതായിരുന്നു രീതി. സൗഹൃദ സദസ്സുകളിലും ഇടുക്കിയിലെ കവിയരങ്ങുകളിലും അവയിൽ പലതും മുഴങ്ങിക്കൊണ്ടിരുന്നു. ഇപ്പോൾ സുഹൃത്തുക്കളുടെ സഹായത്തോടെ 2 പുസ്തകങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ധരണി, വേലൂണി പക്ഷികൾ എന്നിവയാണ് കവിതാ സമാഹാരങ്ങൾ. 2 പുസ്തകങ്ങളാണ് ഞാൻ ഇറക്കിയിട്ടുള്ളൂ. എഴുതുക എന്ന് പറഞ്ഞാൽ എനിക്ക് സമയം കിട്ടാറില്ല. മനസ്സിൽ തീർച്ചയായിട്ടും എഴുതാറുണ്ട്. മനസ്സിൽ എഴുതുന്ന കവിതകളാണ് ചൊല്ലുന്നത്. കൂടുതലായിട്ട് ഉപയോഗത്തിലില്ലാത്ത കാരണം എല്ലാം ഇപ്പം മറന്നു പോയിക്കൊണ്ടിരിക്കുക. 300 കവിതകൾ എഴുതുന്ന 300ഉം ഓർമ്മയിലുണ്ടായിരുന്നു എന്ന് അഹങ്കരിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം അതൊന്നും പറ്റില്ല. ഓർമ്മയിലുള്ളത് മാത്രമൊക്കെ ചൊല്ലി ഒഴിവാകുകയാണ് കൂടുതലും. കവിയരങ്ങുകളിൽ ഇടുക്കിക്കാരൻ തൊമ്മൻകുത്ത് ജോയി ഉണ്ടെങ്കിൽ കേൾവിക്കാർ ആവശ്യപ്പെട്ട് ചൊല്ലിക്കുന്ന കവിതയാണ് ഇടുക്കി. അറബിക്കടലിൻ്റെ മകളാണ്, കരളാണ്, പൊരുളാണ്, കുളിരാണു മിടുമിടുക്കി. സൗഗന്ധ ഗന്ധർവ കൊട്ടാരവാസിയാം സഖ്യൻ്റെ തോഴിയാണിവളിടുക്കി. മലമടക്കുകളിൽ ജീവിതത്തോട് പടവെട്ടുന്നതിനിടയിൽ ഗംഭീരമായി എഴുതുമെങ്കിലും പുറം ലോകം അറിയാതെ പോയ നിരവധി എഴുത്തുകാർ ഇടുക്കി ജില്ലയിലുണ്ട്. അവരുടെ ഒരു പ്രതിനിധിയാണ് തൊമ്മൻകുത്ത് ജോയിച്ചേട്ടൻ. ജോസിൽ സെബാസ്റ്റ്യൻ, കൈരളി ന്യൂസ്, ഇടുക്കി.